آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം വളരെ ദുഃഖത്തോടെ നാം യാത്ര അയച്ച നമ്മുടെ അതിഥി ഇതാ ഒരിക്കൽ കൂടെ നമുക്ക് സമാഗതമായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ വർഷത്തെ റമദാനിനെ വരവേൽക്കുവാനും ആ റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാനുമൊക്കെ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിച്ച പലരും നമ്മുടെ കൂടെ ഇന്ന് ഇല്ല എന്ന യാഥാർത്ഥ്യവും നാം മറക്കുന്നില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ, ആ റമദാനിന്റെ വരവ് അവർക്ക് മനസ്സിന് വല്ലാതെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ കാപഢ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സുകൾ അസ്വസ്ഥമാകും. അവർക്ക് റമദാനിന്റെ വരവ് വളരെ പ്രയാസകരമായിരിക്കും. സത്യവിശ്വാസികൾ അങ്ങനെയല്ല. ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ മാസത്തിന്റെ രാവുകളുടെ പ്രത്യേകതകൾ, പകലുകളുടെ പ്രത്യേകതകൾ എല്ലാം അവർ മനസ്സിലാക്കുകയും പരമാവധി അതിന്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മനസ്സുകളായതിനാൽ സത്യവിശ്വാസികളുടെ മനസ്സുകൾ പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ തന്നെ ഏറെ സന്തോഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, റമദാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്കറിയാം. ഈ മാസത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും നമുക്കത് വളരെ വിശദമായി വിശദീകരിച്ചു തന്നതാണ്. ആ പ്രത്യേകതകളിൽ ഏറെ സവിശേഷമായ ഒരു പ്രത്യേകത ഈ മാസം അല്ലാഹു തന്റെ അടിമകൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരവസരമായിട്ടാണ് നൽകിയിട്ടുള്ളത് എന്നതാണ്. ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ. പാപം പൊറുക്കലാണല്ലോ മനുഷ്യന് സർവ്വ നന്മകളും ലഭിക്കുവാനുള്ള കാരണം. പാപമാണല്ലോ മനുഷ്യനെ സ്വർഗപ്രവേശനം തടസ്സമാക്കുന്നത്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളാണല്ലോ നരകത്തിൽ പ്രവേശിക്കാൻ നാളെ പരലോകത്ത് മനുഷ്യർക്ക് കാരണമായി തീരുന്നത്. മാത്രമല്ല, ഈ ഭൗതിക ലോകത്തടക്കം മനുഷ്യർ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ കാരണങ്ങളിൽ, ആ പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ചിലതും പാപങ്ങളാണ് എന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്.
അതുകൊണ്ട് റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയ മഹനീയമായ അനുഗ്രഹമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമുക്കൊക്കെ സുപരിചിതമായ കേട്ടുപരിചയമുള്ള ഒരു പ്രവാചക വചനം, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഗ്ഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, സത്യവിശ്വാസമുണ്ട് അവന്റെ മനസ്സിൽ, വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ നോമ്പനുഷ്ഠിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. അടിയുറച്ച വിശ്വാസമുണ്ടവന്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഗതകാല പാപങ്ങളെ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിന്റെ ആമുഖത്തിൽ എല്ലാ സഹോദരങ്ങളെയും, ഞാനടക്കമുള്ള എല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും മഹനീയമായ ഒരവസരമാണ് നമുക്കിപ്പോൾ കൈവന്നിരിക്കുന്നത്. അടുത്ത റമദാനിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ, ആ റമദാനിനെ വരവേൽക്കുവാൻ നമുക്ക് കഴിയുമോ എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് വന്നു കിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. പരിശുദ്ധ റമദാൻ വന്നിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ ആ മാസം നമ്മിൽ നിന്ന് വിട ചോദിച്ചാൽ, അങ്ങനെ പാപം പൊറുക്കപ്പെടാത്ത മനുഷ്യരെക്കാൾ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവർ മറ്റാരാണുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ കാര്യം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു വിഷയം, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്? മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബഅദഹു അല്ലാഹ്. ഒരാൾക്ക് പരിശുദ്ധമായ റമളാൻ വന്നെത്തുകയും എന്നിട്ട് ആ റമളാനിന്റെ രാവുകളെയും പകലുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ആ റമളാനിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പരിശുദ്ധ റമളാനിനെ അയാൾ യാത്ര അയക്കുകയും പിന്നെയും ശവ്വാലിലും പാപഭാരത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യൻ, അവനേക്കാൾ ഭാഗ്യം കെട്ടവൻ ആരാണുള്ളത്? അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് ആ മനുഷ്യനെ ആട്ടിയകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും എന്നിട്ട് എന്നോട് ആമീൻ പറയൂ എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മാസത്തിൽ നമ്മുടെ പാപങ്ങൾ പരിപൂർണമായും പൊറുക്കപ്പെടണം. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായ നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത് നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. മനുഷ്യന് വേണമെങ്കിൽ നന്മ ചെയ്യാം, തിന്മയും അവന് ചെയ്യാം, ധർമ്മം ചെയ്യാം, അധർമ്മവും ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പാകതയോടുകൂടെയാണത്രേ മനുഷ്യരായ നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യാസ്തിത്വവും അതിനെ സംവിധാനിച്ചതിനെയും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഫഅൽഹമഹാ, ആ മനുഷ്യന് നാം തോന്നിപ്പിച്ചു, അതല്ലെങ്കിൽ അതിന് നാം ബോധനം നൽകി. ഫുജൂറഹാ വതഖ്വാഹാ, അതിന്റെ ദുഷ്ടതയെയും അതിന്റെ സൂക്ഷ്മതാബോധത്തെയും മനുഷ്യന് നാം തോന്നിപ്പിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ആ നിലക്കുള്ള ബോധം മനുഷ്യന് നൽകിയിട്ടുണ്ട്. രണ്ട് നിലക്കും അവന് ധർമ്മം ചെയ്യാം, നന്മ ചെയ്യാം, തിന്മ ചെയ്യാം. ആ നിലക്കാണ് മനുഷ്യരായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനിച്ചത്? ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയമാണത്. നന്മ മാത്രം സ്വീകരിക്കുന്ന രൂപത്തിൽ മതിയായിരുന്നില്ലേ മനുഷ്യനെ പടക്കാൻ? പിന്നെ രണ്ടും സ്വീകരിക്കാൻ പറ്റുന്ന പാകതയിൽ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്?
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഇതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ പടച്ചത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത്, ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് സൂറത്തുൽ മുൽക്കിലെ ഒരു വചനമാണ്. ഇത് നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 21-ാം അധ്യായമാണ് സൂറത്തുൽ അംബിയാ. അംബിയായിലെ 35-ാമത്തെ സൂക്തത്തിലും കാണാം, വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. വനബ്ലുവകും, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. ബിശ്ശർരി വൽ ഖൈരി, ഖൈറ് കൊണ്ടും ശർറ് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്, നന്മ കൊണ്ടും തിന്മ കൊണ്ടും. എന്തിനാണത്? ഫിത്നതൻ, നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണ്. വഇലൈനാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്കാണ് മടക്കപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, നന്മയും തിന്മയും സ്വീകരിക്കാൻ പറ്റുന്ന പാകതയിൽ മനുഷ്യനെ പടച്ചത് മനുഷ്യനുള്ള ഒരു പരീക്ഷണമാണ് അത് എന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത്, അതല്ലെങ്കിൽ അവന്റെ മനസ്സ് അവനെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് തിന്മയിലേക്കാണ് എന്നാണ്. പാപമോചനത്തിന്റെ ഗൗരവമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും മനുഷ്യനെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്, കൂടുതൽ ക്ഷണിക്കുന്നത് തിന്മയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഗതി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ഖുർആനിലെ 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫ് 53-ാമത്തെ സൂക്തത്തിൽ കാണാം, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. നമ്മൾ ശരിക്ക് മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു വചനമാണത്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും മനുഷ്യന്റെ നഫ്സ്, മനുഷ്യന്റെ മനസ്സ് അവനെ പ്രേരിപ്പിക്കുന്നു. ബിസ്സൂ, ഈ തിന്മയിലേക്ക്. തിന്മ കൊണ്ട് മനുഷ്യന്റെ മനസ്സ് എപ്പോഴും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അമ്മാറത്ത് എന്ന പദം യഥാർത്ഥത്തിൽ ആമിറത്ത് എന്ന പദത്തിന്റെ സൂപ്പർലേറ്റീവാണ്. ആമിറത്ത് എന്ന പദത്തിന്റെ സൂപ്പർലേറ്റീവാണ് അമ്മാറത്ത്. അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിരന്തരമായി മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്ത്? ബിസ്സൂഇ, തിന്മ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്ക്, നമ്മെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് ഏറെ ബോധ്യമാകും. നമ്മൾ ദുർബലരാണ് അല്ലേ? പല മേഖലകളിലും നമ്മുടെ ദുർബലത നമുക്കറിയാം. നമ്മുടെ മനസ്സ് പലപ്പോഴും ദുർബലമായി പോകാറുണ്ട്. നന്മ ചെയ്യേണ്ടതിന് പകരം പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിക്കുന്നത് തിന്മയാണ്. റബ്ബിനെ അനുസരിക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളും റബ്ബിന്റെ കൽപ്പനകളും തമ്മിൽ മത്സരം വരുമ്പോൾ നാം കീഴടങ്ങുന്നത് ഒരുപക്ഷെ നമ്മുടെ ദേഹേച്ഛകൾക്കായിരിക്കും എന്നത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം. തന്നിഷ്ടങ്ങൾക്കാണ് പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. നമ്മുടെ നാവുകൾ വഴിതെറ്റാറുണ്ട്. റബ്ബിനിഷ്ടമില്ലാത്തത് നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്. മാത്രമല്ല, അവിഹിതമായതിലേക്ക് നമ്മൾ നോക്കാറുണ്ട്, അവിഹിതമായത് നമ്മൾ കേൾക്കാറുണ്ട്, വികാരങ്ങൾ കടിമപ്പെടാറുണ്ട്, കോപിക്കാറുണ്ട്. അവിഹിതമായ നിലക്ക് ചിലപ്പോഴെങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും സമ്പത്ത് നേടാറുണ്ട്. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു ചായ്വ് തിന്മയിലേക്ക് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കരുണയും അവന്റെ വിശാലമായ സ്നേഹവും നമുക്ക് കാണാൻ കഴിയുന്ന രംഗമാണ് അവിടെ. ആ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന രംഗത്ത്, അതല്ലെങ്കിൽ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരുമ്പോൾ അല്ലാഹു സത്യവിശ്വാസികൾക്ക്, അതല്ലെങ്കിൽ മനുഷ്യർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്താൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന സന്തോഷ വാർത്ത വിശുദ്ധ ഖുർആനിലൂടെ ധാരാളം വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. സഹോദരന്മാരെ, ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമർ
53, 54 വചനങ്ങളാണ്. സത്യവിശ്വാസികൾക്ക് അല്ല മനുഷ്യർക്ക് തന്നെ ഏറെ പ്രതീക്ഷകൾ നൽകുന്ന വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും അവന്റെ സ്നേഹവും വിളിച്ചോതുന്ന വചനങ്ങളാണത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ. ഖുൽ നബിയെ, അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു من قبل أن يأتيكم العذاب ثم لا تنصرون. قل നബിയെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച, അതിരുവിട്ട് പ്രവർത്തിച്ച എന്റെ ദാസന്മാരോട് നബിയെ നിങ്ങൾ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. സ്വന്തം ശരീരങ്ങളോടുള്ള അതിക്രമമാണല്ലോ തെറ്റു ചെയ്യുക എന്നത്. സ്വന്തം ശരീരങ്ങളോടുള്ള അതിരുവിടലാണല്ലോ പാപങ്ങൾ ചെയ്യുക എന്നത്. അങ്ങനെ പാപങ്ങൾ ചെയ്ത, ധാരാളക്കണക്കിന് തെറ്റുകുറ്റങ്ങൾ ചെയ്ത എന്റെ ദാസന്മാരോട് നിങ്ങൾ പറയൂ റസൂലേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അവർ ആശയറ്റ് പോകരുത്, അവർക്ക് ആശയറ്റ് പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നു, എല്ലാ പാപങ്ങളും അവൻ പൊറുക്കുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. എന്നിട്ട് അവസാനിപ്പിക്കുന്നു, വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങൂ മനുഷ്യരെ. വഅസ്ലിമൂ ലഹു, അവന് നിങ്ങൾ കീഴൊതുങ്ങുകയും ചെയ്യുവിൻ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിനു മുമ്പേ. സുമ്മ ലാ തുൻസറൂൻ, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുന്നതേ അല്ല. സൂറത്തു സുമറിലെ 53, 54 വചനങ്ങൾ. അപ്പൊ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, ഒരുപാട് പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, എനിക്കൊന്നും ഇനി രക്ഷപ്പെടാനാകില്ല എന്നൊരു മനുഷ്യന് വിചാരിക്കുവാനും ചിന്തിക്കുവാനും കഴിയാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കരുണ, അവന്റെ അങ്ങേയറ്റം തന്റെ പടപ്പുകളോടുള്ള സ്നേഹം അവൻ അറിയിക്കുകയാണ്. സഹോദരന്മാരെ, ഈ അവസരങ്ങളും അല്ലാഹുവിന്റെ ഈ പ്രഖ്യാപനങ്ങളുമൊക്കെ നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ടാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ തേടേണ്ടത്. അത് റമദാനിൽ മാത്രമല്ല, ഏതവസരങ്ങളിലും അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായ ഒരു മൗസിം, ഒരു സീസൺ, അതല്ലെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു അവസരം തന്നിരിക്കുകയാണ് പരിശുദ്ധമായ റമദാൻ എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ അവനോട് പാപമോചനം തേടുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ സ്നേഹവും അവനുണ്ടാകുന്ന സന്തോഷവും എത്രയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സുദീർഘമായ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന സമയത്ത്, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന നേരം, ഇസ്തിഗ്ഫാർ അല്ല തൗബ ചെയ്യുന്ന നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം സന്തോഷിക്കുമെന്നാണ്. അതിന്റെ ഉദാഹരണം റസൂല് പറയുന്നത് ഇങ്ങനെ, മിൻ അഹദിക്കും കാന അലാ റാഹിലതിഹി ബിഅർളിൻ ഫലാത്ത്, നിങ്ങളിൽ ഒരാൾ മരുഭൂമിയിലൂടെ തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അനന്തവിശാലമായ മരുഭൂമിയിലൂടെ തലക്കുമീതെ സൂര്യന്റെ അതിശക്തമായ താപമുണ്ട്, കാലിന് താഴെ പൊള്ളുന്ന മണല്, ആ മണലിലൂടെ ദാഹിച്ചു വലഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ തന്റെ വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്തെന്ന് സങ്കല്പിച്ചു കൊള്ളുക, ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശാലമായ മരുഭൂമിയുടെ ആ വിശാലതയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഫൻഫലതത് മിൻഹു, അവനിൽ നിന്ന്, ആ മനുഷ്യനിൽ നിന്ന് അവന്റെ വാഹനം നഷ്ടമാകുകയാണ്. അത് കുതറിയോടി, നഷ്ടമായി.
വഅലൈഹാ ത്വആമുഹു വശറാബുഹു. ആ വാഹനത്തിന്റെ പുറത്താണ് അയാൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമുള്ളത്, അയാൾക്ക് കുടിക്കാനുള്ള ദാഹം തീർക്കാനുള്ള പാനീയമുള്ളത്, എല്ലാം ആ വാഹനപ്പുറത്ത്. വാഹനമാണെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുതറിയോടി രക്ഷപ്പെട്ടു, നഷ്ടമായി. അങ്ങനെ ആ മനുഷ്യൻ ഫഅഇസ മിൻഹാ ഫഅതാ ശജറതൻ ഫലതജഅ ഫീ ളില്ലിഹാ വഖദ് അഇസ മിൻ റാഹിലതിഹി. തന്റെ വാഹനത്തെ തൊട്ട് നിരാശനായി ഇനി ഈ മരുഭൂമിയിൽ കിടന്നു മരിക്കുകയല്ലാതെ നിവൃത്തിയൊന്നുമില്ല. ഇവിടെ തനിക്ക് വെള്ളം തരാൻ ആരുണ്ട്? ഇവിടെ എങ്ങനെ എനിക്ക് ദാഹം തീർക്കാൻ കഴിയും? ഈ വിശാലമായ മരുഭൂമിയിൽ എന്നെ കാണാൻ ആരുണ്ട്? ആരുമില്ല. എനിക്ക് വെള്ളം തരാൻ ആരുമില്ല. അതുകൊണ്ട് ഇനി രക്ഷയൊന്നുമില്ല. ഇവിടെ കിടന്നു മരിക്കാം എന്നും വിചാരിച്ച് ആ മനുഷ്യൻ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടൊരു വൃക്ഷത്തിന്റെ തണലിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് തന്റെ അരികിൽ തന്റെ വാഹനം ഇങ്ങനെ നിൽക്കുന്നത്. ആ ഒട്ടകം തന്റെ അരികിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത് ആ മനുഷ്യൻ കാണുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മനുഷ്യൻ ഫഅഖദ ബിഖിത്വാമിഹാ, അതിന്റെ മൂക്കയറിൽ പിടിച്ചിട്ട്, അതിന്റെ കടിഞ്ഞാണിൽ പിടിച്ചിട്ട്, സുമ്മ ഖാല, പിന്നീട് ആ മനുഷ്യൻ പറഞ്ഞു, മിൻ ശിദ്ദത്തിൽ ഫറഹി, സന്തോഷത്തിന്റെ കാഠിന്യത്താൽ, ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്താൽ, മറക്കാൻ കഴിയാത്തത്ര സന്തോഷത്തിന്റെ ആധിക്യത്താൽ ആ മനുഷ്യൻ നോക്കൂ നിങ്ങൾ പറഞ്ഞു പോകുകയാണ്, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണ്. നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണ്. എന്താണ് സംഭവം? അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞ വാചകങ്ങൾ തെറ്റിപ്പോയതാണ്. അല്ലേ? സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞ വാചകങ്ങൾ മാറിപ്പോയതാണ്. എന്താണ് പറയേണ്ടിയിരുന്നത്? അല്ലാഹുമ്മ അൻത റബ്ബീ വ അന അബ്ദുക്, അല്ലാഹുവേ നീ എന്റെ രക്ഷിതാവും ഞാൻ നിന്റെ ദാസനുമാണെന്ന് പറയേണ്ട വാചകം പോലും സന്തോഷത്തിന്റെ കാഠിന്യത്താൽ മാറി മറിഞ്ഞു പോയെങ്കിൽ സഹോദരന്മാരെ, ഇതിനേക്കാൾ സന്തോഷമാണത്രേ പരമകാരുണ്യകനായ നാഥന് അവന്റെ അടിമ അല്ലാഹുവേ എനിക്ക് പുറത്തു തരേണമേ, എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് മോചനം തരേണമേ എന്ന് തൗബയുടെ നിബന്ധനയോടുകൂടെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ, തൗബ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സന്തോഷത്തിന്റെ കാഠിന്യമാണ് ആ പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട മാസമാണിത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറെ ചിന്തിക്കേണ്ട മാസമാണിത്. നോക്കൂ നിങ്ങൾ, ഈ മാസത്തിൽ അതിനൊരുപാട് അവസരങ്ങളുണ്ട് നമുക്ക്. അള്ളാഹു ഏറെ തൗബ സ്വീകരിക്കുകയും പശ്ചാത്താപം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേരമാണല്ലോ രാത്രിയുടെ അവസാനയാമം. അല്ലേ? രാത്രിയുടെ അവസാനയാമം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ തൗബ സ്വീകരിക്കുവാൻ, നിങ്ങളുടെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുവാൻ അല്ലാഹു സന്നദ്ധനാണ്. അവൻ എപ്പോഴും സന്നദ്ധനാണ്. എന്നാൽ അതിനുള്ള പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ സവിശേഷമായ സമയമാണ് രാവിന്റെ അവസാനയാമം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. യൻസിലു റബ്ബുനാ തബാറക വതആല, അത്യുന്നതനായ അനുഗ്രഹീതനായ നമ്മുടെ റബ്ബ് ഇറങ്ങുന്നു. കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയ, എല്ലാ രാവിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നു നമ്മുടെ നാഥൻ. എപ്പോൾ? ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനയാമത്തിൽ. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയുമത്രേ, മയ്യദുഊനി, എന്നോട് ദുആ ചെയ്യാൻ ആരാണ് ഒരുക്കമുള്ളത്? ഫഅസ്തജീബ ലഹു, അവന് ഞാൻ ഉത്തരം നൽകാൻ തയ്യാറാണ്. വമയ്യസ്അലുനി, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ഫഅഉതിയ ലഹു, അവന് ഞാൻ നൽകാൻ തയ്യാറാണ്. വമയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹ്, ആരാണ് എന്നോട് പാപമോചനം തേടാൻ തയ്യാറുള്ളത്? അവന്റെ പാപമോചനം ഞാൻ സ്വീകരിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ നാഥൻ ഒന്നാം ആകാശത്തേക്ക് എല്ലാ രാവിലും അവസാന യാമത്തിൽ ഇറങ്ങി വരുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഒന്നിച്ചുദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എങ്ങനെയാണ് അള്ളാഹു ഇറങ്ങുകയെന്ന് നമുക്കറിയുകയില്ല. ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങും, അത് സംഭവിക്കും. അള്ളാഹുവിന്റെ ദാത്തിനും അവന്റെ ജലാലിയത്തിനും ഒക്കെ യോജിക്കുന്ന രൂപത്തിലുള്ള ഇറക്കമായിരിക്കും അത്. ഒരൊറ്റ പടപ്പിന്റെ ഇറക്കത്തോടും നമ്മൾ അതിനെ ഒരിക്കലും സാദൃശ്യപ്പെടുത്തിക്കൂടാ. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന ഇറക്കം, പക്ഷേ ഇറങ്ങും എന്നത് യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് ചോദിക്കാൻ തയ്യാറാകണം സഹോദരന്മാരെ.
റമദാനല്ലാത്ത സന്ദർഭങ്ങളിൽ പലരും ആ സമയത്തെ സംബന്ധിച്ച് അശ്രദ്ധരാകാറുണ്ട്. പക്ഷേ റമദാനിൽ ഏതാണെങ്കിലും അത്താഴത്തിന് വേണ്ടി നാം എണീക്കാറുണ്ട്, അത്താഴം കഴിക്കാറുണ്ട്, ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അള്ളാഹുവിനോട് പാപമോചനം തേടണം, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കേണ്ട സന്ദർഭമാണത്. അതാണല്ലോ മുത്തഖീങ്ങളുടെ ഗുണം അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ തഖ്വയുള്ള മുത്തഖീങ്ങളുടെ ഗുണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ദാരിയാത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം 15 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. അവിടെ അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ. തീർച്ചയായും മുത്തഖീങ്ങൾ, സൂക്ഷ്മത പാലിച്ച സത്യവിശ്വാസികൾ, അവർ നാളെ പരലോകത്ത് സ്വർഗത്തോപ്പുകളിലും അതുപോലെ അനുഗ്രഹീതമായ അരുവികളിലുമൊക്കെ ആയിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർക്ക് അല്ലാഹു നൽകിയത് അവർ ഇങ്ങനെ സ്വീകരിക്കുന്നു. അതിനു മുമ്പേ അവർ നന്മ ചെയ്യുന്നവരായിരുന്നു. എന്താണ് അവർ ചെയ്ത നന്മകൾ എന്ന് ഖുർആൻ പറയുന്നു. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അവസാനയാമത്തിൽ അവർ പാപമോചനം തേടുകയും ചെയ്യാറുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, സുഹൂർ അത്താഴ സമയത്ത് അവർ പാപമോചനം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കും സാധിക്കണം. താഴെ സമയത്ത് അള്ളാഹിനോട് എന്ത് ചെയ്യണം? പാപമോചനം തേടണം. പ്രത്യേകം സ്വീകരിക്കുന്ന സന്ദർഭമാണ്. നാം ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ അതൊക്കെ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം വരെ എത്രയെത്ര തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടാവും, എത്രയെത്ര കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോഴല്ലേ പലതും നമുക്ക് ഓർമ്മ വരും. പലതും നാം മറന്നു കഴിഞ്ഞു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി എല്ലാം രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മ വേണ്ടേ? അതുകൊണ്ട് നാളെ ആവട്ടെ, അതല്ലെങ്കിൽ പിന്നെയാകട്ടെ എന്നതല്ല സത്യവിശ്വാസികളുടെ സമീപനം. അവർ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നവരാണ്. അതിനുവേണ്ടി സന്നദ്ധരാകുന്നവരാണ്. നോക്കൂ നിങ്ങൾ, മുഅ്മിനീങ്ങളുടെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 135-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ അല്ലാഹ് പറഞ്ഞത് ഇങ്ങനെ: വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ, വല്ലദീന യാതൊരു കൂട്ടം ആളുകൾ ഇദാ ഫഅലൂ ഫാഹിശ, ഇനി അവർ അബദ്ധവശാൽ ജീവിതത്തിൽ വല്ല മ്ലേച്ഛതകളും വന്നുപോയാൽ, വല്ല വൃത്തികേടുകളും, അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഫാഹിഷത്തുകൾ ഏതെങ്കിലും അവർ പ്രവർത്തിച്ചു പോയാൽ, ഔ ലലമു അൻഫുസഹും, അതല്ലെങ്കിൽ തങ്ങളോട് തന്നെ അവർ അതിക്രമം ചെയ്തു പോയാൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുന്നു, അല്ലാഹുവിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നു. അങ്ങനെ അവർ അല്ലാഹുവിനെ ഓർക്കുമ്പോൾ അവർക്ക് ബോധ്യമാകും, പടച്ചവനെ, ഈ തെറ്റുമായി നിന്റെ അരികിൽ ഞങ്ങൾ വന്നാൽ, ഈ തെറ്റുമായി ഞങ്ങൾ പരലോകത്തെത്തിയാൽ ഞങ്ങൾക്ക് നഷ്ടം സഹിക്കേണ്ടി വരുമല്ലോ, നിന്റെ അദാബ് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ആ ഓർമ്മ അവരുടെ മനസ്സിൽ വരികയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ഉടൻ അവരുടെ തെറ്റുകളിൽ നിന്ന് അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അതുകൊണ്ട് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവർ ചെയ്ത പ്രവൃത്തിയുടെ മേൽ, അവർ ചെയ്ത തെറ്റിന്റെ മേൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. അവർ വിവരമുള്ളവരാണ്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ സഹോദരന്മാരെ,
ആ നിലക്കുള്ള സമീപനമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ആത്മാർത്ഥമായി അവനോട് തൗബ ചെയ്യാൻ. അല്ലേ? അള്ളാഹു പറയുന്നത് മുഅ്മിനീങ്ങളുടെ ഒരു ഗുണമാണ്. ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യേണ്ടത് എന്തിന്? ഇല്ല, അങ്ങനെയുള്ള ചിന്തല്ല. ഞാനെന്തിന് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം? എനിക്ക് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതല്ല മുഅ്മിനീങ്ങളുടെ ഗുണം. മറിച്ച് സത്യവിശ്വാസികളുടെ ഒരു ഗുണമാണ് എന്ത്? അള്ളാഹുവിനോട് പാപമോചനം തേടുക, തൗബ തേടുക എന്നത്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയുന്നത് തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ, പശ്ചാത്തപിക്കുവിൻ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി മാറിയേക്കാം. അപ്പൊ വിജയത്തിന്റെ നിധാനമാണ് തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ. ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 31-ാമത്തെ വചനമാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം മുത്തു നേതാവിന്റെ ജീവിതം. അവിടുത്തെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല, തെറ്റുകൾ സംഭവിച്ചിട്ടില്ല. മഅസൂമായ പ്രവാചകൻ, അല്ലേ? എല്ലാ പ്രവാചകന്മാരും മഅസൂമീങ്ങൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ എല്ലാം പൊറുക്കപ്പെട്ടു. ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അത്രയും പരിശുദ്ധമായ ദേഹം. എന്നിട്ട് പോലും അവിടുന്ന് ഒരു ദിവസം യാ അയ്യുഹന്നാസ്, അവിടുന്ന് പറയുമായിരുന്നു, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ ജനങ്ങളെ, വസ്തഗ്ഫിറൂ, നിങ്ങൾ പാപമോചനം തേടുവിൻ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസത്തിൽ 100 തവണ പാപമോചനം തേടുന്നു, തൗബ ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു. സ്വഹാബത്ത് പറയാണ്, കുന്നാ നഅുദ്ദു, ഞങ്ങൾ സാധാരണ എണ്ണാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മജ്ലിസിൽ വന്നിരുന്നാൽ ഞങ്ങൾ സാധാരണ എണ്ണാറുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ധാരാളം പറയും, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നൊക്കെ ധാരാളം തവണ അവിടുന്ന് ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നുവെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട സ്വഹാബത്ത് നമുക്ക് പറഞ്ഞു തരാൻ. നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ് സഹോദരന്മാരെ? ചിന്തിക്കൂ. ഒരു ദിവസത്തിൽ നമ്മൾ എത്ര തവണ ഇസ്തിഗ്ഫാറിനെ തേടാറുണ്ട്? എത്ര തവണ നാം പാപമോചനം ചോദിക്കാറുണ്ട്? നമസ്കാരങ്ങൾക്ക്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം 3 തവണ നമ്മൾ ചൊല്ലി അത് ശീലിച്ചു പോന്നു എന്നതുകൊണ്ട് യാന്ത്രികമായി ചൊല്ലുന്നു എന്നതിനു പുറമെ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് എത്ര തവണ നമ്മളൊക്കെ പാപമോചനം തേടാറുണ്ട്? ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മളേറെ ചിന്തിക്കേണ്ട കാര്യമാണത്. ഏറെ ആലോചിക്കേണ്ട സംഗതിയാണ്. ഞാൻ എവിടെയാണ്? പ്രവാചകന്റെ ചര്യ പിൻപറ്റാൻ തയ്യാറുള്ള ഞാൻ, അത് പ്രവാചകന്റെ ചര്യ പിൻപറ്റാൻ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ച ഞാൻ, എന്റെ ജീവിതം എത്രത്തോളം ഈ നിലക്കൊക്കെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്? ആലോചിക്കണം സഹോദരന്മാരെ. തൗബ ചെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പാപങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ആ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണമെങ്കിൽ തൗബ ചെയ്യണം. ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രം പൊറുക്കപ്പെടുകയില്ല. തൗബ ചെയ്യണം. തൗബ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൗബക്ക് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളോടുകൂടെ ആയിരിക്കണം നമ്മളൊക്കെ തൗബ ചെയ്യേണ്ടത്. എങ്കിലേ നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചു, അല്ലാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള തെറ്റാണെങ്കിൽ ആ തൗബക്ക് 3 നിബന്ധനകളാണുള്ളത്. അള്ളയും അടിമയും തമ്മിൽ ചെയ്ത തെറ്റാണെങ്കിൽ, അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നാം എതിരെ പ്രവർത്തിക്കുകയാണ്, ലംഘിക്കുകയാണ് ചെയ്തതെങ്കിൽ അതിന് 3 നിബന്ധനകളാണ്. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള തെറ്റുകളാണെങ്കിൽ അതിന് 3 പുറമെ ഒന്നുകൂടെ അധികം വേണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവും അടിമയും തമ്മിലുള്ള തെറ്റാണെങ്കിൽ ഒന്നാമത്തെ നിബന്ധന ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തൗബ ചെയ്യാൻ നമുക്കുണ്ടായിരിക്കേണ്ട നിബന്ധനയാണ് പറയുന്നത്. പരിശുദ്ധ റമദാനാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രായോഗികമായ നിലക്ക് അത് കൊണ്ടുവരണം. വെറുതെ ഒരു ക്ലാസ് കേൾക്കുക എന്നതല്ല, വെറുതെ കുറച്ച് വയല് കേട്ടു എന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതുമായി ബന്ധമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി പണ്ഡിതന്മാര് പറഞ്ഞു, അയ്യഖ്ലി അനിൽ മഅസിയ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷമേ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കണം, അത് നിർത്തണം, അത് തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് സാരം. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമസ്കാരം നിർവഹിക്കുന്നില്ല ഒരാൾ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ല. എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് ഇങ്ങനെ തൗബ ചെയ്യാണ്, പടച്ചോനെ ഈ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു തരണേ നാഥാ, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ അയാൾ തൗബക്കൊരുങ്ങുകയാണെങ്കിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ് നിർത്താണ്ട് അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അയാൾ നമസ്കാരം തുടങ്ങണം എന്നർത്ഥം. നമസ്കാരം നിർവഹിച്ചു തുടങ്ങണം.
സക്കാത്ത് കൊടുക്കാതെ ഒരാൾ അള്ളാഹുവിനോട് ഇങ്ങനെ തൗബ ചെയ്യുന്നു, അയാളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. മറിച്ച് എത്രയാണോ അയാൾ കുടിശ്ശികയായി സക്കാത്ത് നൽകാനുള്ളത് അത് കണക്ക് നോക്കി അർഹതപ്പെട്ടവർക്ക് നൽകാതെ ആ വിഷയത്തിൽ അള്ളാഹു അയാളുടെ തൗബ സ്വീകരിക്കുകയില്ല. ഒരാൾ കുടുംബബന്ധം മുറിച്ചിരിക്കുകയാണ്, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു, ഇല്ല കുടുംബബന്ധം ചേർക്കണം, നിഷിദ്ധമായത് ജീവിതത്തിലുണ്ട്, എന്നിട്ട് തൗബ ചെയ്യുന്നു, ഇല്ല അതൊഴിവാക്കണം, സമ്പത്ത് അനർഹമായത് പലരിൽ നിന്നും നേടിയിട്ടുണ്ട്, ഇല്ല അത് തിരിച്ചു കൊടുക്കണം, എന്നിട്ടായിരിക്കണം അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ നിബന്ധന. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കണം. രണ്ടാമത് പണ്ഡിതന്മാര് പറഞ്ഞു, ചെയ്തുപോയ അപരാധത്തിന്റെ പേരിൽ അങ്ങേയറ്റം മനസ്സിൽ ഖേദമുണ്ടാകണം, നെടും ഖേദമുണ്ടാകണം. അതല്ലാണ്ട് മനസ്സിൽ ഒരു കുലുക്കമല്ല, മനസ്സിനൊരു ബേജാറുമില്ല, തൗബ എങ്ങനെ ചെയ്യുന്നു, ഇല്ല അത് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള തൗബയല്ല, അത് കൽബിൽ തട്ടിയുള്ള തൗബയല്ല, മറിച്ച് അവന്റെ മനസ്സിൽ ഖേദമുണ്ടാകണം, എന്റെ റബ്ബെങ്ങാനും പൊറുത്തു തന്നില്ലെങ്കിൽ ഇതിന്റെ ഭയാനകത എന്തായിരിക്കും, ഈ ചെയ്ത പാപത്തിന്റെ പേരിൽ എന്റെ പരലോകം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന ബേജാറോടുകൂടെ പടച്ചവനെ സംഭവിച്ചു പോയല്ലോ, ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ് എന്ന അങ്ങേയറ്റത്തെ ദണ്ടും ഖേദമായിരിക്കണം. പറ്റുമെങ്കിൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകിയിട്ടായിരിക്കണം അവൻ അള്ളാഹുവിനോട് കൈമലർത്തേണ്ടത്, അല്ലേ? അതിനുള്ള അവസരങ്ങളുണ്ട് റമദാനിൽ. സഹോദരന്മാരെ ഉപയോഗപ്പെടുത്തണം, അള്ളാഹുവിനോട് കൈമലർത്തി തേടണം. മൂന്നാമതായി പണ്ഡിതന്മാര് പറഞ്ഞു, ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം വേണം. റമദാനിൽ തൗബ ചെയ്തു, എന്നിട്ടോ ശവ്വാല് വന്നപ്പോ എല്ലാം മറന്നു, അല്ലേ? എല്ലാം മറന്നു, പിറകോട്ട് തന്നെ തിരിച്ചു. ജീവിതത്തിന്റെ എല്ലാ ചലിക്കുണ്ടുകളിലും പിന്നെയും അവൻ ഇറങ്ങി നടന്നു. അടുത്ത റമദാനിനെ അവൻ കാത്തിരിക്കുന്നു. ആ റമദാൻ വന്നാൽ ഉഷാറാവും, തൗബ ചെയ്യും. ശവ്വാലിൽ എല്ലാം മറന്നുകൊണ്ട് നേടിയ ചൈതന്യം മുഴുവനും കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള സമീപന രീതി അധികം ആളുകളിലും കാണാറുണ്ട്. റമദാനിലൊക്കെ ഉഷാറായി സുബഹി ജമാഅത്തിനൊക്കെ എത്തുന്ന ആളുകൾ റമദാൻ കഴിഞ്ഞ ശവ്വാലിലെത്തുമ്പോൾ വീണ്ടും അത് മറക്കുന്നു, പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അത് യഥാർത്ഥത്തിൽ ഈമാനിന്റെ മാധുര്യം നുകർന്ന മനസ്സുകളുടെ സ്വഭാവമല്ല, മറിച്ച് കാപഢ്യമുള്ള മനസ്സുകളുടെ സ്വഭാവമാണത്. അതുകൊണ്ട് ഇനി ഞാൻ അതിലേക്ക് തിരിച്ചു പോകുകയില്ല പടച്ചവനെ എന്ന ദൃഢനിശ്ചയം ഉണ്ടോ? അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള തെറ്റാണോ? അള്ളാഹു പുറത്തു തരും, ആ പാപത്തിൽ നിന്ന് രക്ഷ കിട്ടും തീർച്ച. ഇനി അതല്ല സഹോദരന്മാരെ, പടപ്പുകളുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ സൃഷ്ടികളുമായി ആ തെറ്റിന് ബന്ധമുണ്ട്, നമ്മുടെ സ്നേഹജനങ്ങളുമായി ആ തെറ്റിന് ബന്ധമുണ്ട് എങ്കിൽ ഒരു നിബന്ധന കൂടെ വേണം. എന്താണ് ആ നിബന്ധന? ആ നിബന്ധന ഏതാണോ ആരോടാണോ നമ്മൾ ഈ നിലക്കുള്ള മോശമായ പെരുമാറ്റങ്ങളോ അതല്ലെങ്കിൽ അവകാശങ്ങളോ നേടിയെടുത്തിട്ടുള്ളതെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, അല്ലേ? ഒരാളുടെ മനസ്സിനെ നാം വേദനിപ്പിച്ചിട്ടുണ്ട്, അയാളോട് നാം മാപ്പ് പറയണം ആദ്യം, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ഒരാളുടെ സമ്പത്ത് അനർഹമായി നാം നേടിയെടുത്തിട്ടുണ്ട്, അതിന്റെ ഉടമസ്ഥന് അത് തിരിച്ചു കൊടുക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് നാം തൗബ ചെയ്യണം, അല്ലേ? ഇല്ലെങ്കിൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്നാണ്. പലരുടെയും മനസ്സിനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും, പലരോടും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അവരോടൊക്കെ അത് തിരിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ നന്നാക്കിയതിന് ശേഷം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അതല്ലാണ്ട് നമ്മൾ ചെയ്തുകൂടാ. അങ്ങനെ ആരെങ്കിലും നമ്മളോട് അഫു ചോദിച്ചാൽ നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കുകയും വേണം. നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തെങ്കിലേ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരികയുള്ളൂ എന്ന തിരിച്ചറിവും സഹോദരന്മാരെ നമുക്ക് വേണം. അങ്ങനെ ഈ നിബന്ധനകളൊക്കെ ഒത്തിണങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് സഹോദരന്മാരെ തേടുകയാണെങ്കിൽ, തൗബ ചെയ്യുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ്. അവന്റെ കരുണയെ 100 ഭാഗമായി ഭാഗിക്കുകയും ആ കരുണയിൽ നിന്ന് ഒരു ജുസ് മാത്രമാണ് തന്റെ പടപ്പുകൾക്ക് എല്ലാവർക്കും അവൻ വിഹിതിച്ചു കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ കരുണയുടെ ബാഹുല്യം തന്നെ എത്രയാണ്? ബാക്കി 99% പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അരികിൽ മാത്രമാണെന്ന തിരിച്ചറിവ് സഹോദരന്മാരെ നമുക്ക് വേണം. ഒരു ജുസ് മാത്രം തന്റെ സൃഷ്ടികൾക്ക് മാത്രം വിഹിതിച്ചു കൊടുത്തപ്പോൾ ആ ഒരു ജുസിൽ നിന്നല്ലേ ഒരു ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം, അല്ലേ? ഒരു തള്ളപ്പക്ഷി തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം, ഒരു ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം, എല്ലാം അള്ളാഹു കൊടുത്ത കാരുണ്യത്തിൽ നിന്നുള്ള ചെറിയ ഒരംശത്തിൽ നിന്ന് മാത്രമാണ്, അല്ലേ? സാധാരണ
പണ്ഡിതന്മാരൊരു ഉദാഹരണം പറയാറുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം. അള്ളാഹുവിനെ ഒന്നിനോടും ഉപമിക്കാൻ പാടില്ല. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന് ഒന്നിനെയും ഉപമ പറയാൻ പാടില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പലപ്പോഴും പണ്ഡിതന്മാര് ഒരു ഉദാഹരണം പറയാറുണ്ട്. അള്ളാഹുവിനെ ഉപമിച്ചതല്ല അത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാര് പറയുന്ന ഒരു ഉദാഹരണം. അതെന്താണെന്നറിയോ? ഒരു ഉമ്മ മകൻ അനുസരണക്കേട് കാണിച്ചപ്പോ മോനെ അടിച്ചു. ചെറിയ മോനാണ്, 4 വയസ്സായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ആ മോനെ അടിച്ച് മോനെ ഓടിച്ച് വാതിലടച്ചു. വീടിന് പുറത്താക്കിയിട്ട് വാതിലടച്ചു ഉമ്മ. ആ ചെറിയ കുട്ടി വീടിന് പുറത്തു നിന്ന് അട്ടഹസിക്കാൻ തുടങ്ങി, ആർത്ത് കരയാൻ തുടങ്ങി. എങ്ങോട്ട് പോകണമെന്നറിയാതെ പൊട്ടി കരയാൻ തുടങ്ങി. വീടിന് ചുറ്റും ഓടി നടന്ന് കരയുകയാണ്. എന്റെ പൊന്നുമ്മ, നിങ്ങൾ വാതിൽ തുറന്നു തന്നില്ലെങ്കിൽ എനിക്ക് വാതിൽ തുറന്നു തരാൻ ആരാണുള്ളത്? നിങ്ങൾ എന്നെ ആട്ടിയോടിച്ചാൽ എനിക്ക് അഭയം തരാൻ ആരുണ്ട് എന്ന ചിന്തയാൽ ആ കുഞ്ഞുമോന് വീടിന് ചുറ്റും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇടക്കിടക്ക് വാതിലിൽ വന്ന് അടിക്കുന്നുണ്ട്. ഉമ്മ വാതിൽ തുറക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴുണ്ടായ ദേഷ്യം കാരണം ഉമ്മ മോനെ വാതിലിന് പുറത്തേക്ക് അടച്ചതാണ്. പക്ഷേ മാതാവിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ആ മോനെ അടിച്ചപ്പോഴും ആ മോനെ ശിക്ഷിച്ചപ്പോഴും സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്, വഴിഞ്ഞൊഴുകുന്ന സ്നേഹമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അല്ലേ? ഉമ്മ വാതിലിന്റെ പഴുതിലൂടെ മോന്റെ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാണുകയാണ്. വാതിലിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട്, കുഞ്ഞിക്കൈകൾ കൊണ്ട് അടിച്ചുകൊണ്ട് ആർത്ത് കരയുന്ന ഉമ്മ എന്ന ധീരരോധനം വാതിൽ പഴുതുകളിലൂടെ മാതാവ് കാണുകയാണ്. അത് കാണുന്ന ആ രംഗം കാണുമ്പോൾ ആ മാതാവിന്റെ കവിൽത്തടത്തിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. ആ കുഞ്ഞിനോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യം പെട്ടെന്ന് ഉമ്മക്ക് സഹിക്കാനാകുന്നില്ല. വാതിൽ തുറന്ന് തന്റെ പൊന്നുമോനെ വാരിയെടുത്ത് തുരുതുരാ ചുംബിക്കുന്നു. എന്നിട്ട് മോനോട് പറയുന്നു, മോനെ നീയല്ലേ ഇതിന് കാരണം, നീ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടല്ല മോനെ ഉമ്മ ഇങ്ങനെ ചെയ്തത്. അതല്ലാതെ എന്റെ പൊന്നുമോനോട് ഉമ്മക്ക് ഒരു ദേഷ്യവുമില്ലെന്ന് നിനക്കറിയില്ലേ? നീ തന്നെയല്ലേ ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോനെ വാരിയെടുത്ത് തുരുതുരാ ഉമ്മ വെക്കുന്ന ഒരു മാതാവിന്റെ സ്നേഹം എന്തുമാത്രം വിശാലമായ സ്നേഹം സഹോദരന്മാരെ. എന്നാൽ ഈ സ്നേഹം കൊടുത്ത റബ്ബ് അവന്റെ സ്നേഹത്തിന്റെ, അവന്റെ കാരുണ്യത്തിന്റെ ഒരംശത്തിന്റെ ചെറിയ ഒരു ജുസ് മാത്രമാണല്ലോ ഈ ഉമ്മക്ക് കിട്ടിയത്. തന്റെ പടപ്പുകൾക്ക് അത് വിഹിതിച്ചു കൊടുക്കുമ്പോൾ ബാക്കി മുഴുവനും 99 അള്ളാഹുവിന്റെ അരികിൽ മാത്രമാണ്. അവന്റെ കാരുണ്യം എത്രയാണ്, അവന്റെ സ്നേഹം എത്രയാണ്, അവന്റെ അനുകമ്പ എത്രയാണ്. ഗഫൂറും റഹീമുമൊന്നും നമ്മുടെ ഭാഷകൾക്കകത്തു നിന്നുകൊണ്ട് വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള പരമകാരുണ്യകനായ നാഥനെ സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം പോലും അവൻ ഉണ്ടാക്കി തന്നത്. തന്റെ പടപ്പുകൾ ഒരിക്കലും നരകത്തിലെത്തരുത് എന്ന അങ്ങേയറ്റം എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണമെന്ന് അതിന് ഓരോ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ കാരുണ്യവാനായ നാഥൻ അവനെ എത്ര വെറുപ്പുള്ള തെറ്റ് ചെയ്താലും അല്ലാഹു പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹുവിന് അങ്ങേയറ്റം കോപമുള്ള ഒരു തെറ്റാണത്രേ എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അവന്റെ സന്ദേശങ്ങളെ മറച്ചു വെക്കുക എന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, ക്രോധമുള്ള സംഗതിയാണ്. അവൻ അവതരിപ്പിച്ച അവന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാതെ അത് മറച്ചു വെക്കുക എന്നത്. ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് പോലും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് അള്ളാഹ് പറഞ്ഞത്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ വചനം നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്ക്. അവിടെ കാണാം, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്, തീർച്ചയായും നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളെ മറച്ചു വെക്കുന്നവർ, വൽഹുദാ സന്മാർഗത്തെയും, മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ് ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം, ഫിൽ കിതാബ് വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുത്ത സന്മാർഗങ്ങളെയും വ്യക്തമായ തെളിവുകളെയും മറച്ചു വെക്കുന്ന ആളുകൾ, ഉലൈക യൽഅനുഹുമുല്ലാഹ് അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, വയൽഅനുഹുമുൽ ലാഇനൂൻ ശപിക്കുന്നവരൊക്കെയും അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു.
ഏറ്റവും ക്രോധമുള്ള സംഗതിയാണ്. അള്ളാഹിന്റെ ശാപണ്ട്, ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കുന്നു. ഈ ആയത്ത് ഈ സംഗതി പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹ് പിന്നീട് എന്താ പറയുന്നത്? ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ, തൗബ ചെയ്യുകയും പിന്നീട് നന്നാക്കുകയും ചെയ്തതാരാണോ അവർക്ക് ഈ അവസ്ഥയുണ്ടാകില്ല, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഏത് തെറ്റാണെങ്കിലും അങ്ങനെയാണ് അല്ലേ? ഏത് കുറ്റം ചെയ്താലും ഈ ലോകത്ത് വെച്ച് അള്ളാഹു പൊറുക്കാത്ത ഒരു കുറ്റമല്ല, എല്ലാം അള്ളാഹ് പൊറുക്കും. എന്നാൽ ഈ ലോകത്ത് വെച്ച് ശിർക്ക് ചെയ്ത് ശിർക്കോടുകൂടെ മരിക്കുകയും അങ്ങനെ പരലോകത്തെത്തിപ്പെടുകയും ചെയ്താൽ ശിർക്കെന്ന മഹാപാപം അള്ളാഹു പുറത്തു കൊടുക്കൂല. മറിച്ച് ഈ ലോകത്ത് വെച്ച് എന്ത് തെറ്റ് ചെയ്താൽ അള്ളാഹു പൊറുക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ അടിമകളെ അഗ്നിയുണ്ടാക്കി അതിൽ കത്തിച്ച് എരിച്ച അത്രയും മൃഗീയമായ തോന്നിവാസം ചെയ്ത ചില ആളുകളെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ. മുഅ്മിനീങ്ങളെ കിടങ്ങൊരുക്കി അതിൽ ചുട്ട് കരിച്ച് അത്രയും മോശമായ പ്രവർത്തനം ചെയ്ത ആ മനുഷ്യർ, അവരെ കുറിച്ച് പറഞ്ഞപ്പോഴും പോലും അള്ളാഹ് പറഞ്ഞത് ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഈ നിലക്ക് അതിശക്തമായി പരീക്ഷിച്ച ആ മനുഷ്യന്മാര്, ഫിത്നയിലാക്കിയവര്, സുമ്മ ലം യതൂബു, പിന്നെ അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിലേ അവർക്ക് ശിക്ഷയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട്, ഞാനടക്കമുള്ള എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ. എപ്പോഴും ഉണ്ടാകണം. റമളാനിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ തൗബയും ഇസ്തിഗ്ഫാറും അനിവാര്യമായ ഒരു സംഗതിയാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴുതലുകൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് നിരന്തരമായി അല്ലാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ഫീ ബുയൂതിക്കും, നിങ്ങളുടെ വീടുകളിലും, വഫീ തുറുഖിക്കും, നിങ്ങൾ നടക്കുന്ന വഴികളിലും, വഫീ അസ്വാഖിക്കും, നിങ്ങളുടെ അങ്ങാടികളിലും, വഅൈനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ വെച്ചൊക്കെ നിങ്ങളുടെ നാവുകൾ മന്ത്രിക്കട്ടെ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് സഹോദരന്മാരെ. പാപമോചനം കൊണ്ട്, പാപമോചനത്തിന് ചോദിക്കുന്ന, അതായത് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാൻ അത് കാരണമാണ്. എല്ലാവരും അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അമ്പിയാക്കന്മാരൊക്കെ അവരുടെ ഒരു വിനയത്തിന്റെ, അവരുടെ ഒരു നല്ല ഗുണമായിരുന്നല്ലോ ഇസ്തിഗ്ഫാർ. പ്രവാചകന്മാർ തെറ്റ് ചെയ്യോ? ഇല്ല. എന്നിട്ട് പോലും അവരുടെ ജീവിതത്തിൽ നിരന്തരമായി അവർ കൊണ്ടു നടന്ന ഏറ്റവും വലിയൊരു ഗുണമായിരുന്നു ഇസ്തിഗ്ഫാർ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്ക്. പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത്, മിക്ക പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്തും ഇസ്തിഗ്ഫാർ എന്ന ഗുണം എടുത്തു പറയുന്നത് കാണാം. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ ആദ്യ പിതാവ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഒന്നാമത്തെ പ്രവാചകനുമാണല്ലോ. ആദം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്തും ഹവ്വാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്തും അള്ളാഹ് ആദ്യം തന്നെ പറയുന്നത് എന്താണ്? അവരുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു പറയുന്ന സംഗതി, ഒന്നാമത്തെ പ്രാർത്ഥന തന്നെ അള്ളാഹ് പറയുന്നത് എന്താണ്? ഖാല, അവര് രണ്ടുപേരും പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ നാഥ, വലംന അൻഫുസന, ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു, വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംന, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. അവിടെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയാൻ. ഇനി നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തു നൂഹ് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. സൂറത്തു നൂഹിന്റെ അവസാനം നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെ എന്താ അല്ലാഹ് പറഞ്ഞത്? റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. പ്രാർത്ഥനയുടെ രീതിശാസ്ത്രം പഠിപ്പിക്കുകയാണ് അല്ലാഹ്. നൂഹ് നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി, എന്റെ നാഥ, ഇഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ, വലി വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, വലിമൻ ദഖല ബൈതിയ മുഅ്മിന, എന്റെ വീട്ടിലുള്ള മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഒക്കെ പുറത്തു കൊടുക്കണേ. ഇസ്തിഗ്ഫാർ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഇനി നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹ് പറയാണ്, മഹാനായ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, സൂറത്തു ഖസസിലെ 16-ാമത്തെ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തു സ്വാദിലെ 35-ൽ പറഞ്ഞു, ഖാല റബ്ബിഗ്ഫിർലി ഹബ്ലി മുൽക എന്ന് തുടങ്ങുന്ന ആയത്ത്. അവിടെയും ഇസ്തിഗ്ഫാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നു ഇസ്തിഗ്ഫാറിനെയും പാപമോചന തേടലും നിരന്തരമായി കാണാൻ കഴിയുന്നു.
എന്താ ഇതിങ്ങനെ പ്രവാചകന്മാരൊക്കെ ജീവിതത്തിൽ ഇതിങ്ങനെ മുറുകെ പിടിക്കാനുള്ള കാരണം എന്താ? എന്തുകൊണ്ട് മുറുകെ പിടിച്ചു? ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ, നിരന്തരമായി ഇസ്തിഗ്ഫാറിനെ തേടിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാണ്ട്. ഒരുപാട് നേട്ടങ്ങൾ. ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? അന്നഹു സബബുൽ ലിമഗ്ഫിറത്തി ദുനൂബ്. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. അതാണല്ലോ ഇസ്തിഗ്ഫാറിന്റെ ഒന്നാമത്തെ നേട്ടം. പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. പാപങ്ങൾ പുറത്തു കിട്ടിയാലോ സ്വർഗപ്രവേശനം എളുപ്പമാകും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം ഒരുപക്ഷെ നരകത്തിലേക്ക് പോകാൻ കാരണമായി തീരുന്നത്. ചെറുത് മനുഷ്യന്മാര് ഗൗനിക്കൂല, വലുതൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. വലിയ വലിയ തെറ്റുകളൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരും. പഠിച്ചോനെ, അന്ന് ഞാനത് ചെയ്തല്ലോ, വേണ്ടായിരുന്നു, അന്നത് സംഭവിച്ചു പോയല്ലോ പഠിച്ചോനെ എന്നൊക്കെ ചില തേട്ടലുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊന്നും ഓർക്കാറില്ല. ചെറുതൊക്കെ കൂമ്പാരമായി സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും. ഇസ്തിഗ്ഫാർ ധാരാളമാക്കിയാൽ സബബുൽ ലിമഗ്ഫിറത്തി ദുനൂബ്, നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു കിട്ടാൻ അത് കാരണമാകും. സ്വർഗപ്രവേശനം എളുപ്പമാകും. ഒന്ന്. രണ്ടാമത്തെ സംഗതി മനസ്സിലാക്കണം. അന്നഹു അമാനും മിനൽ ഉഖൂബത്തി വൽ അദാബ്. ഇസ്തിഗ്ഫാർ നമ്മൾ ചോദിക്കുന്ന കാലമത്രയും നമ്മൾ സുരക്ഷിതരായിരിക്കും ശിക്ഷയിൽ നിന്നും, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അദാബിൽ നിന്നുമൊക്കെ നമ്മൾ സുരക്ഷിതരായി മാറും എന്നതാണ്. നോക്കൂ നിങ്ങൾ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. എന്താ അദ്ദേഹം പറയുന്നതെന്നറിയോ? അമാനാനി, രണ്ട് നിർഭയത്വങ്ങൾ ഉണ്ടായിരുന്നു. കാന അലാ അഹ്ദി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ രണ്ട് നിർഭയത്വങ്ങൾ ഉണ്ടായിരുന്നു, രണ്ട് സുരക്ഷിതത്വങ്ങൾ ഉണ്ടായിരുന്നു. റുഫിഅ അഹദുഹുമാ, ഒന്ന് ഇപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. വഹുവൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. വബഖിയൽ ആഖറു, മറ്റേത് രണ്ടാമത്തേത് അവശേഷിക്കുന്നു. ഏതാണ് ഈ രണ്ട് നിർഭയത്വങ്ങൾ? ഏതാണ് അത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം പറയാണ്. അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, നബിയേ, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. വഅൻത ഫീഹിം, നീ അവരിലുള്ള കാലമത്രയും, നിങ്ങൾ അവരിലുള്ള കാലമത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. അപ്പൊ ഒരു നിർഭയത്വം അതാണ്, അള്ളാഹുവിന്റെ റസൂലുള്ള കാലത്തോളം ശിക്ഷ വരൂല. രണ്ടാമത്തെ നിർഭയത്വം ഏതാണ്? വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന കാലമത്രയും അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതല്ല. അള്ളാഹിന്റെ ശിക്ഷ വരാതിരിക്കാനുള്ള ഒരു കാരണമാണ് ഇസ്തിഗ്ഫാർ. ഫഅമ്മൻ നബിയു, അള്ളാഹുവിന്റെ റസൂലാണെങ്കിലോ ഫഖദ് മളാ, അവിടുന്ന് കഴിഞ്ഞു പോയല്ലോ, വഫാത്തായി പോയല്ലോ. വൽ ഇസ്തിഗ്ഫാറു ഖായിനും ഫീകും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഇസ്തിഗ്ഫാർ ഈ ഉമ്മത്തിൽ നിലനിൽക്കുമല്ലോ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നിലനിൽക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ ശിക്ഷ വരികയില്ല. അതൊരു സുരക്ഷിതത്വമാണ്. വ്യക്തികൾക്കും സമൂഹത്തിനും അതൊരു സുരക്ഷിതത്വമാണ്. ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകത അല്ലേ? ഇസ്തിഗ്ഫാറിന്റെ സവിശേഷത. ഇനി നോക്കൂ നിങ്ങൾ, മാത്രല്ല അന്നഹു സബബുൻ, ഇസ്തിഗ്ഫാർ ഒരു കാരണമാണ്. ലിതഫരീജിൽ ഹുമൂമി വജൽബിൽ അർസാഖ്, നമ്മുടെ ദുഃഖങ്ങൾ നീങ്ങിക്കിട്ടാൻ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, ഉപജീവനം നമുക്ക് വിശാലമായി ലഭിക്കുവാൻ, അതിനൊക്കെ നമ്മുടെ ഇസ്തിഗ്ഫാർ ഒരു കാരണമാണ്. മറന്നൂടാ, നിരന്തരം വേണം അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സംഗതി എന്താ? മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരാണോ ഇസ്തിഗ്ഫാർ പതിവാക്കിയത്, ഇസ്തിഗ്ഫാർ പതിവാക്കിയത് ആരാണോ, ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ ദുഃഖത്തിൽ നിന്നും അല്ലാഹു അയാൾക്ക് ആശ്വാസം കൊടുക്കും. വമിൻ കുല്ലി ലീഖിൻ മഖ്റജാ, എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാഹു അയാൾക്ക് തുറവി നൽകുന്നതാണ്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത നിലക്ക് ഉപജീവനം തരും. അപ്പൊ ജീവിതത്തിൽ ജോലി പ്രശ്നമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ? പരിഹാരം ഒന്നേ ഉള്ളൂ. എന്ത്? നമ്മുടെ പാപങ്ങളായിരിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് എന്ത് ചെയ്യുക? നിരന്തരമായി എപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ലാസിമാക്കുക. നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് ഇമാം അബൂദാവൂദ്, ഇബ്നു മാജ, അതേപോലെ ഇമാം മുസ്നദിന്റെ അഹ്മദിലൊക്കെ കാണാൻ കഴിയും. ഇത് സ്വഹീഹായ ഹസനായ പദവിയിലുള്ള ഹദീസാണ്.
അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പതിവായി കൊണ്ട് നടക്കേണ്ട ഒരു ഏർപ്പാടാണ്, ഒരു സ്വഭാവമാണ്. മുഅ്മിനീങ്ങളുടെ ഒരു അങ്ങേയറ്റത്തെ ഏറ്റവും നല്ല ഗുണമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. മാത്രല്ല അന്നഹു സബബുൻ ലിനുസൂലിൽ ഗൈസ്, മഴ കിട്ടാനുള്ള കാരണം വരെ ഇസ്തിഗ്ഫാറാണ്. സമ്പൽ സമൃദ്ധി ലഭിക്കാൻ, മക്കളുണ്ടാകാൻ, ഭൗതിക വിഭവങ്ങൾ കിട്ടാൻ, അതിനൊക്കെ കാരണം ഇസ്തിഗ്ഫാറാണ്. ഈ മാസം മുതൽ നമ്മളത് ശീലിക്കുക, തുടർന്നത് ജീവിതത്തിൽ ഒരു ചര്യയാക്കി നമ്മൾ കൊണ്ടു നടക്കുക. നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് എന്താ? അറിയാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. സൂറത്തു നൂഹില് അല്ലേ, എന്താ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയാൻ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കൂ. ഇന്നഹു കാന ഗഫാറാ, അവനേറെ പൊറുക്കുന്നവനാകുന്നു. എങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ നിങ്ങൾക്ക് പൊറുത്തു കിട്ടുക മാത്രമല്ല, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, സുഭിക്ഷമായി നിങ്ങൾക്ക് വാനലോകത്തു നിന്ന്, ഉപരിയിൽ നിന്ന് നിങ്ങൾക്ക് അവൻ മഴ നൽകുന്നു. മാത്രമല്ലല്ലോ, വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കുന്നു. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, അവൻ നിങ്ങൾക്ക് നദികളെയും തോട്ടങ്ങളെയും തോപ്പുകളെയും ഒക്കെ അവൻ സംവിധാനിച്ചു തരികയും ചെയ്യുന്നു. അടിസ്ഥാന കാരണം ഇസ്തിഗ്ഫാർ മാത്രമാണ്. നോക്കൂ, ഇസ്തിഗ്ഫാറിന്റെ ഗുണമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ അതൊരു ചര്യയായി നമ്മൾ സ്വീകരിക്കുക. ജീവിതത്തിൽ പ്രവാചകന്മാരിൽ നിന്ന് നമ്മൾ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണത്. അതുമൂലം നമുക്ക് കിട്ടാനിരിക്കുന്ന നേട്ടങ്ങൾ ദുനിയാവിലും പരലോകത്തും ഏറ്റവും വലുതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ വേണ്ടി നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇതറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഏതാണെങ്കിലും നിർബന്ധമായിട്ടും അത് ഇന്ന് തന്നെ പഠിക്കണം എന്നത് ഒരു വസിയത്ത് കൂടെയാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലാൻ വേണ്ടി അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് മാത്രമല്ല നമ്മൾ ചൊല്ലേണ്ടത്, എപ്പോഴും അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ആ നിലക്കുള്ള പാപമോചനത്തിന്റെ വാക്കുകൾ നമ്മൾ പറയണം. രാവിലെയും വൈകുന്നേരം പ്രത്യേകം ചൊല്ലാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്തിഗ്ഫാറിന്റെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് ചൊല്ലിയാലുള്ള നേട്ടം എന്താണെന്നറിയോ? ഫഇൻ ഖാലഹ ബഅദമാ യുസ്ബിഹു, ആരെങ്കിലും നേരം പുലർന്നതിന് ശേഷം അത് ചൊല്ലുകയാണെങ്കിൽ, എങ്ങനെ? മൂക്കിനം ബിഹ, ദൃഢമായി വിശ്വസിച്ചുകൊണ്ടാണ് ചൊല്ലുന്നതെങ്കിൽ, സുമ്മ മാത്ത, അങ്ങനെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അയാൾ മരിക്കുകയാണെങ്കിൽ, കാന മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആളായി മാറി. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. വഇൻ ഖാലഹ ബഅദമാ യുംസി മൂക്കിനം ബിഹ, ഇനി ഒരാൾ വൈകുന്നേരമായതിനു ശേഷമാണ് അയാൾ അത് ചൊല്ലിയതെങ്കിൽ, മൂക്കിനം ബിഹാ, ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ചൊല്ലിയതെങ്കിൽ, ആ രാവിലെ ആ മനുഷ്യൻ മരിച്ചാൽ കാന മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗവാസികളിൽ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവൻ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഏതാണ് ഇസ്തിഗ്ഫാർ? ഇതവിടെ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണത്. ഇതെല്ലാവർക്കും അറിയാം. അറിയാത്ത ആളുകൾ എന്താണെങ്കിലും അത് പഠിക്കണം. എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീ എന്റെ നാഥനാണ്, രക്ഷിതാവാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. ഖലഖ്തനീ, നീയാണല്ലോ എന്നെ പടച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ ദാസനാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, അല്ലാഹുവേ, ഞാൻ നിന്നോടുള്ള വാഗ്ദാനം, നിന്നോടുള്ള കരാറ് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിക്കുന്നു നാഥ. അഊദു ബിക, നിന്നോടിതാ ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ സനഅതു,
ഞാൻ ചെയ്ത പ്രവൃത്തികളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, അബൂഉലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്, അതിനും ഞാൻ നിന്നോട് അത് ഞാൻ സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു. വഅബൂഉ ബിദംബി, എന്റെ കുറ്റങ്ങളും ഞാനിതാ ഏറ്റു സമ്മതിക്കുന്നു. ഫഗ്ഫിർലി, നീ എനിക്ക് പൊറുത്തുതാ. ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുത്തു തരാൻ മറ്റാരുമില്ല. ഇത് ചൊല്ലണം നമ്മൾ. ഇത് രാവിലെയും വൈകുന്നേരം എല്ലാം ചൊല്ലുക. അതേപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്താ പറയുന്നറിയോ? യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അല്ലിംനി ദുആൻ, അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു ദുആ നിങ്ങൾ പഠിപ്പിച്ചു തരണം. അദ്ഉ ബിഹാ ഫിസ്സലാ, നിസ്കാരത്തിൽ എനിക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നിസ്കാരത്തിൽ എനിക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒന്ന് പഠിപ്പിച്ചു തരുമോ? അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഇപ്പൊ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ഏതാണെന്നറിയോ? നീ ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് തന്നെ അതിക്രമം ചെയ്തു. ളുൽമൻ കസീറാ, ധാരാളം അതിക്രമങ്ങൾ. ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ അത് പൊറുത്തു തരികയില്ല അല്ലാഹ്. ഫഗ്ഫിർലി, ആദയാൽ നീ പൊറുത്തുതാ. മഗ്ഫിറത്തം മിൻ ഇൻദിക, നിന്റെ അരികിൽ നിന്നുള്ള പാപമോചനത്താൽ. വർഹംനീ, എന്നോട് കരുണ ചെയ്യുകയും ചെയ്യ്. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ. കണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തതാ. ഈ സമുദായത്തിൽ അള്ളാഹിന്റെ റസൂല് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാനായ സിദ്ദീഖുൽ അക്ബറിനോടാണ് ചൊല്ലാൻ പറഞ്ഞത്. എല്ലാവരും ചൊല്ലേണ്ടതാണ് നിസ്കാരത്തിൽ. മഹാനവറുകളോട് ചൊല്ലാൻ പറഞ്ഞതാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പുറത്തു തരണേ അല്ലാ എന്ന്. അപ്പൊ ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സഹോദരന്മാരെ. ഈ പുണ്യമാസം വിട ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം. കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം. രാത്രി നമസ്കാരങ്ങളിൽ സഹോദരങ്ങളെ, സുദീർഘമായ സുജൂദുകൾ ഇനി അവസാനത്തെ 10 ഉണ്ടാകുമ്പോൾ നാം അള്ളാഹുവിനോട് നിരന്തരമായി പാപമോചനം തേടണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നിലക്ക് ജീവിതം വിശുദ്ധമാക്കുക. അടുത്ത റമദാൻ വരുമോ എന്ന് പറയാൻ കഴിയില്ല. ഈ റമദാനിനെ ദുഃഖഭാരത്തോടുകൂടെ യാത്ര അയക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം പാപമോചനമാകണം. ഈ പുണ്യമാസത്തിന്റെ രാവുകളെയും പകലുകളെയും പരമാവധി ഉപയോഗപ്പെടുത്തി നന്മ കൈവരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഈ രാവുകളെയും പകലുകളെയും ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പല സഹോദരങ്ങളുമുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് എത്രയും വേഗം ശമനം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.